പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. ഒരു സ്ത്രീ എന്ന നിലയിൽ പുരുഷ കമ്മീഷനെക്കുറിച്ച് ഏതാനും കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ രാഹുൽ ഈശ്വറിന് ഞാൻ എൻ്റെ എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ പിന്തുണയും പുരുഷ കമ്മീഷന് ഉണ്ടെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം പുരുഷ കമ്മീഷനെക്കുറിച്ചുള്ള എൻ്റെ ചില ആശങ്കകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, സ്ത്രീകളുടെ പ്രത്യേക പരിഗണന അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ പോലെയുള്ള സംഘടനയുടെ ഒരു താങ്ങും തണലും ദുരുപയോഗം ചെയ്യപ്പെടുന്ന വാർത്തകൾ അപൂർവങ്ങളായിട്ട് മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനിരയാവുന്ന പുരുഷന്മാരെ പരിഗണിച്ചുകൊണ്ട് പുരുഷ കമ്മീഷൻ നിർബന്ധമാണ്. എന്നിരുന്നാലും 90% പുരുഷന്മാരാൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളുടെ വാർത്തകളാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരുപാട് തെളിവുകളുണ്ട്, പെട്ടെന്നൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഈ അടുത്ത കാലത്ത് നിറത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി കൊണ്ടോട്ടിയിൽ ആത്മഹത്യ ചെയ്തതുൾപ്പെടെ 90%, ഒരുപക്ഷെ 95% പുരുഷന്മാരാൽ അല്ലെങ്കിൽ ഗാർഹിക പീഡനത്തിനൊക്കെ ഇരയായിട്ടുള്ള സ്ത്രീകളെ കുറിച്ചുള്ള വാർത്തകളോ അല്ലെങ്കിൽ പുരുഷന്മാരാൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള വാർത്തകളോ വരുമ്പോൾ 5% മാത്രമാണ് സ്ത്രീകളുടെ പ്രത്യേക പരിഗണന ദുരുപയോഗം ചെയ്തുകൊണ്ട് പുരുഷന്മാരെ വെട്ടിലാക്കിയിട്ടുള്ള വാർത്തകൾ വരുന്നത്. ഈ 5% മാത്രമാണ് എന്ന ആ ഒരു പ്രയോഗം കൊണ്ട് ഞാൻ അതിനൊരിക്കലും നിസ്സാരമാക്കി കാണാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുക എന്ന് പറയുന്നത് അത് വലിയ സങ്കടം ഉള്ള കാര്യമാണ്. അത് സ്ത്രീയായാലും ശരി, പുരുഷനായാലും ശരി. ഈ ഒരു 5% ഇരകളായ ആണുങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇനി ആണുങ്ങൾ ഇരകളാവാതിരിക്കാൻ വേണ്ടി പുരുഷ കമ്മീഷൻ നിർബന്ധം തന്നെയാണ്. ഇപ്പോൾ സ്ത്രീകളുടെ പ്രത്യേക പദവി ദുരുപയോഗം ചെയ്യുന്നത് പോലെ നാളെ ഒരു സമയം പുരുഷ കമ്മീഷൻ വന്നാൽ പുരുഷന്മാർ അങ്ങനെയൊരു സംഘടന ദുരുപയോഗം ചെയ്യില്ല എന്നൊരു ഉറപ്പ് തരാൻ ഒരു പക്ഷേ പുരുഷ കമ്മീഷൻ വരികയാണെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിന് സാധിക്കണം എന്നൊരു അപേക്ഷ എനിക്ക് സ്ത്രീ എന്ന നിലയിലുണ്ട്. കാരണം എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകളും ഒരുപോലെ ആയിരിക്കില്ല. എനിക്കൊരു പുരുഷനാൽ എന്തെങ്കിലും ആക്രമം ഉണ്ടായിട്ട് ഒരുപക്ഷെ അതിന് സാക്ഷികളോ തെളിവുകളോ ഒന്നുമില്ലയെന്ന് വിചാരിക്കുക. ഞാൻ ഈ പരാതിയുമായിട്ട് പോലീസിലോ അല്ലെങ്കിൽ കോടതിയിലോ എത്തുമ്പോൾ ഞാൻ ആ ഒരു വ്യക്തിയോടുള്ള മുൻവൈരാഗ്യത്തിൽ ഞാൻ എൻ്റെ സ്വാധീനം അല്ലെങ്കിൽ സ്ത്രീ എന്ന പരിഗണന ദുരുപയോഗം ചെയ്യുന്നു എന്ന് പുരുഷ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു പ്രതി അല്ലെങ്കിൽ ആ ഒരു പുരുഷൻ വാദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആകെ കുടുങ്ങിപ്പോവും. ഇതുപോലെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്ന് അതായത് ആരെയും ഉപദ്രവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഉറപ്പ് നൽകാൻ പുരുഷ കമ്മീഷൻ്റെ നേതൃത്വത്തിന് കഴിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ ഈശ്വറിൻ്റെ വാർത്താ സമ്മേളനം ഞാൻ കണ്ടിരുന്നു. അതിൽ അദ്ദേഹം എടുത്തു പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് 14 സെക്കൻഡ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കി നിന്നാൽ കേസെടുക്കാം എന്നാണ്. അപ്പോൾ നിയമത്തെക്കുറിച്ച് അറിവില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ പെട്ടുപോകും. പക്ഷേ 14 സെക്കൻഡ് ഒരു സ്ത്രീയെ നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തിനാണ് അങ്ങനെ 14 സെക്കൻഡൊക്കെ ഒരു സ്ത്രീയെ നോക്കി നിൽക്കേണ്ട ആവശ്യം? അത്തരം നടപടികൾക്ക് എതിരെ ആയിരിക്കരുത് ഒരിക്കലും പുരുഷ കമ്മീഷൻ. നിരപരാധികളായിട്ടുള്ള ആണുങ്ങൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം പുരുഷ കമ്മീഷൻ. ഞാനൊരു മകളാണ്, സഹോദരിയാണ്, കൂട്ടുകാരിയാണ്, പേരക്കുട്ടിയാണ്, ഇപ്പോൾ ഭാര്യയാണ്, ഉമ്മയാണ്, നല്ലൊരു കൂട്ടുകാരിയാണ്. അതുകൊണ്ട് ഞാനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരന്മാർക്കും ഉപ്പാനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി, മക്കളെ പോലെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മോൻ്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പുരുഷ കമ്മീഷൻ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. താങ്ക് യു.